ഇതൊരു കത്തിയാണ്. കത്തിയാണ്. ഹായ് ഗൈസ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ ആൾക്കാർക്കും സ്വാഗതം. എനിക്കെന്താ ചിരി ഗൈസ്. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരു മതിലും കിട്ടി ഇങ്ങനെ ഇരിക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. എന്തായാലും പപ്പു ചാലഞ്ച്, ട്രൂത്ത് ഓർ ലൈ ചാലഞ്ച്. അതെ, ട്രൂത്ത് ഓർ ലൈ ചാലഞ്ച് ആണ് ഗൈസ്. നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ചാലഞ്ച് വീഡിയോ, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇരുന്നിട്ട് ഒരു വീഡിയോ അല്ലേ പപ്പു? ഗൈസ്, അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് 6 റൗണ്ടാണ് വരുന്നത്. ഇതിൽ ആര് ജയിക്കും നമുക്ക് കാണാം. അപ്പൊ ആദ്യം പപ്പൂട്ടി എന്നെ തുടങ്ങട്ടെ അല്ലേ? ഓക്കെ ഗൈസ്, നമുക്ക് നേരെ വീട്ടിലോട്ട് ഓക്കെ വെച്ചാ. എന്ത് സാധനം? ഇതൊരു ഗ്ലാസ്സാ, വൈൻ കുടിക്കണ ഗ്ലാസ്. വൈൻ കുടിക്കണ ഗ്ലാസ്, അതായത് വൈൻ കുടിക്കണ നമുക്ക് ചെറുതുമില്ലേ വലുതുമില്ലേ? വലുതായത്, വലുതാണത്. ഓക്കെ, 5 ക്വസ്റ്റ്യൻസ് ആണ്, 5 ക്ലൂ ആണ് നമ്മൾ ചോദിക്കാൻ പോണത്. ഓക്കെ, കേട്ടല്ലോ പപ്പു? ഓക്കെ, ഫസ്റ്റ് അതൊന്ന് അടിച്ചേ. എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ അതിന്റെ പുറത്ത്? ഒന്നുമില്ല, ഒരു സ്റ്റിക്കറും ഇല്ല, ഒന്നുമില്ല. ചെറുതാണോ വലുതാണോ? വലിയ ഗ്ലാസ് ഇല്ലേ നമ്മുടെ ചെറിയ വൈൻ ഗ്ലാസിന്റെ ഷേപ്പ്, ക്രോക്കറി ഷെൽഫിൽ ഇരിക്കണ. അയ്യോ, ഓക്കെ. അത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാ? എന്ത് വൈൻ ഗ്ലാസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാ? നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്ര ഉള്ള ഗ്ലാസ്സാ? ഇങ്ങനെ വലുതടി, അതായത് അതായത് സ്ട്രെയിറ്റ് ആണ്, ഇങ്ങനെ സ്ട്രെയിറ്റ് വന്നിട്ട് ഒരു കേവാ. അതായത് അടിയിൽ വന്നിട്ട് കേവ്, എന്നിട്ട് വൈൻ കുടിക്കണ അത് ചെറുതും. അത് ഒന്നും കൂടെ ഒന്ന് അടിച്ചേ, ഒന്നും കൂടെ അടുത്ത്. ഇത് ലൈ ആണ്. ഉറപ്പാ? കാണിക്കടി, ഇവിടെ വെക്കടി, ഇവിടെ വെക്കടി. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതല്ലേ? ഏതാണെന്നറിയൂ? എന്റെ ഉദ്ദേശം ഇതായിരുന്നു. ഇതുണ്ടോ? ഓ, ഇത് മോള് സാമ്പിളൊക്കെ കണ്ടിട്ടാണ്. ഇത് കണ്ട, 2 സിലിണ്ടർ പോലെയാണ് ഇരിക്കുന്നത്. ഓ, ഫസ്റ്റ് പോയിന്റ് എനിക്ക് കിട്ടിയിരിക്കുന്നു ഗൈസ്. എനിക്ക് കിട്ടിയിരിക്കുന്നു. അതെന്തിനാ എനിക്ക്? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കണം. എത്ര പോയിന്റാന്ന് അറിയാൻ. ഓ, അങ്ങനെ വെക്കണം അല്ലേ? നിനക്ക് എന്നെ മെറിന്ന് കാണുമോ? ഇല്ല. നിനക്ക് എന്നെ കാണണ്ട? ഇല്ല. എന്താണ് സാധനം? ഇതൊരു ഡൈസ് ആണ്. ആ ഡൈസ് ഇങ്ങനെ കുലുക്കെട്ട് താഴട്ടെ. ഡൈസിന്റെ അത് ഏത് കളറാ? ആ കുത്ത് ഏത് കളറാണ്? വൈറ്റ്. അതിന്റെ മറ്റേതോ, അതായത് ഔട്ടറോ? വൈറ്റും ഉണ്ട്, വേറൊരു കളറും കൂടെ ഉണ്ടാവല്ലോ. അത് റെഡ്. പിന്നെ അത് റെഡ് പറയും. ലൈ ആണ്. അതെന്താ? ക്യാപ്പാണ്. ക്യാപ്പ്. ഉറപ്പാണ്? ഉറപ്പാ. എന്നാ കുലുക്കുമ്പോ വേറെ ഒച്ചയല്ലേ? ബട്ട് ഒന്നൊന്നാണ് കേസ്. പറ. ഇതൊരു കത്തിയാണ്. കത്തിയാ? ഓക്കെ. കത്തിയുടെ ഏത് കളറാ? എന്ത് കത്തി? എന്ത് കളറാണ്? അടിയില് ബ്ലാക്കും മുകളിലും ബ്ലാക്കും. ഒന്ന് കൊട്ടിക്ക്. കൊട്ട എന്താ? സൈഡ് വെച്ചിട്ടാ? അല്ല, മൂർച്ചോ. ഇതെങ്ങനെയാ കൊട്ടാനാണ് മൂർച്ചയും കൊണ്ട്? ഞാൻ ഇങ്ങനെ ഒന്നും കൂടെ കൊത്തിക്ക്.
ഇനി ഭയങ്കര തിക്കുള്ളതാണ് അതിന്റെ മുറിച്ച, അല്ലെങ്കിൽ ചെറിയ വരി പോലത്തൊരെണ്ണമാണ്. മറ്റേ വലിയത് നമ്മ മാങ്ങ കട്ടിയാൻ എടുക്കണത്. ഒന്നും കൂടെ ഒന്ന് കുത്തിക്കേ. ഏത് സൈഡാ? അല്ല, ഒന്ന് എറിഞ്ഞ് ഒന്ന് താഴത്തോട്ടിട്ട്. പറയട്ടെ, ലൈ. പിന്നെ ഇതെന്താ? വേറെന്തുവാണിത്? എനിക്കറിയില്ല. ഇവിടെ വെക്ക്. താക്കോല ഗൈസ്. അങ്ങനെ നമ്മൾ 2 പോയിന്റ്. ഓക്കെ ഓക്കെ. എന്താ ഇത്? യോഗട്ട്. യോഗട്ട്. ഏത് ബ്രാൻഡിന്റെ? മിൽക്കി മിസ്റ്റിന്റെ. ഓക്കെ, എന്നാ ഇങ്ങനെ ഒന്ന് ആക്കിക്കേ യോഗട്ടിന്റെ മുകളിൽ. യോഗട്ട് ഒന്ന് പൊട്ടിച്ചേ. പൊട്ടിക്കാത്ത യോഗട്ടാണല്ലോ ഉള്ളത് ഇവിടെ. അത് പൊട്ടിക്കണോ? പൊട്ടിക്കണം. നിന്റെ കത്തി. എത്ര രൂപ? 30 രൂപ. കഴിച്ചാ നീ അത്? ചെറുതായിട്ട് ആ യോഗട്ട് ഒന്ന് എഴുതിയേക്കണം അവിടെ ഒന്ന് തട്ടിക്കില്ലെങ്കിൽ ആ സൈഡ് വെച്ചൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കിക്കേ. മതിയാ? ഒന്നും കൂടെ. ആ പൊളിച്ച ഭാഗമില്ലേ, അതൊന്നും ഇങ്ങനെ ഒന്ന് വരച്ചു നഖം കൊണ്ട്. കഴിഞ്ഞ എന്റെ എന്ത് ഫ്ലേവറാ? മാംഗോ ആണോ അത്? അത് മാംഗോ. മാംഗോയിൽ എന്തൊക്കെ ഇട്ടേക്കണ? ഇൻഗ്രീഡിയൻസ് ഉണ്ടാവൂല. എക്സ്പയറി ഡേറ്റ് എപ്പോഴാ? എക്സ്പയറി ഡേറ്റ് നോക്കട്ടെ. ഇത് എവിടെ എഴുതിയിരിക്കണെന്ന് കാണുന്നില്ലല്ലോ. ഇവിടെ ക്ലിയർ അല്ല. എവിടെ എഴുതിയേക്കണത്? താഴില് ഏറ്റവും മുകളില. കഴിഞ്ഞു. പറ. ഇത് യോഗട്ട് ആണ്. ഉറപ്പാണ്? അല്ല, യോഗട്ടല്ല. ഉറപ്പാണ്? ഉറപ്പാണ്. മര്യാദക്ക് അല്ലാന്ന് പറഞ്ഞതല്ലേ നീ? ഇതിനെ പിന്നെ ആണെന്ന് പറയുന്നത്? അല്ല, ഇത് പറയുന്നത് എനിക്കെന്ത് സംശയം. ഇതൊരു സോക്സ് ആണ്. സോക്സാ? ഏത് കളർ? വൈറ്റ്. അപ്പയുടെ ആണോ നമ്മുടെ ആണോ? അപ്പയുടെ. അപ്പയുടെ സോക്സിൽ എന്തെങ്കിലും എഴുതിയിട്ടില്ല? അതെന്താ എഴുതിയേക്കണേ? അഡിദാസ്. അഡിദാസ്. ഒന്ന് താഴെ അടിച്ച്. പിന്നെ കയ്യിലൊന്ന് ഇട്ടേ. രണ്ട് കൈ ഇങ്ങനെ രണ്ടിലും നീട്ടാ. രണ്ട് സോക്സ് രണ്ട് കയ്യിലിട്ടാ. അപ്പുറത്തും ഇപ്പുറത്തൂട്ട്. ഒരു കയ്യിലല്ലേ ഇട്ടേ? അല്ല, ഒരു കയ്യിലിട്ടിട്ട് താഴെ അടിച്ച്. ഓക്കെ, മതി. എന്താ എഴുതിയിരിക്കുന്നത്? അഡിദാസ്.
വൈറ്റ് മാത്രമുള്ള അല്ലെങ്കിൽ വേറെ കളർ ഉണ്ടാ? വൈറ്റ് ഫുൾ വൈറ്റ്, ബ്ലാക്കില് അഡിദാസ് എഴുതിയാണ്. അഡിദാസിന്റെ എംബ്ലോ ഏത് കളറാ? ബ്ലാക്ക്. അഡിദാസിന്റെ താഴെ എന്തോ എഴുതിയിട്ടില്ല, എന്താ എഴുതിക്കണേ? ഒന്നും എഴുതി അഡിദാസ് മാത്രം. പിന്നെ അഡിദാസിന്റെ എംബ്ലം ആണല്ലോ. സിയോ എന്ന് പറഞ്ഞിട്ട് എന്തോ ഇല്ലേ? ഇല്ല ഒന്നുമില്ല. ഓക്കെ പറയട്ടെ. ഇത് ട്രൂത്താണ്. ഉറപ്പാ? ഇതൊരു ലൈറ്റർ ആണ്. കത്തിക്കാനാ? തീ വരൂല, തീ വരാൻ എനിക്കറിയില്ല. ഏത് കളറായിട്ട്? ഗ്രീൻ കളർ. മേളില് ഒരു ഗ്രേ കളർ, ഒരു സിൽവർ കളർ. സോറി, സിൽവർ. ഒന്നും കൂടി ഒന്ന് കത്തിച്ചേ. ഒന്ന് കൊട്ടിക്കേ. ഒരച്ചൊന്നിങ്ങനെ. മേളിലത്തെ ഭാഗം കൊണ്ടോ താഴത്തെ ഭാഗം? ഏത് ഭാഗം കൊണ്ട് ഒരച്ചോ? ഓക്കെ, ആ സ്റ്റീല് ഭാഗം കൊണ്ടൊന്ന് അരച്ചേ. ഒന്നും കൂടെ ഒന്ന് കത്തിക്കണ വെച്ചുണ്ടാക്കിയേ. ഇനിയില്ലാട്ടാ, തീർന്ന്. ഓക്കെ, കഴിഞ്ഞു. ഇത് ലൈയാണ്. ഉറപ്പാ? ജാം കൊണ്ട് കൊഴിച്ച്. എന്താണ് ഇത് വരാത്തത്? അതെനിക്കറിയില്ല. അതൊന്നും വെക്കല്ലേടി, ജാമാണ്. വല്ല തീ പിടിച്ചാൽ ചെയ്യും. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് 3 പോയിന്റ്. പപ്പൂട്ടിക്ക് 3 പോയിന്റ്. എന്തായാലും നോക്കാം. നേരത്തെ സ്റ്റോറേജ് ഫുള്ളായി പോയി, അതാണ് ഗൈസ് പോയെ. ഓക്കെ, കാണിക്കൂ. എൻ്റെ കയ്യിൽ ഉള്ളത് ചീപ്പ. ചീപ്പ്. യെസ്, കോംബ്. യാ. ഏത് കളറാ? ഗ്രീൻ. ചെറുതോ വലുതോ? മീഡിയം. ഓക്കെ. ആ ചീപ്പിന്റെ അറ്റത്ത് എന്തോ എഴുതിയിട്ടില്ലേ? ഒന്നും എഴുതിയിട്ടില്ല. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യണ ചീപ്പാ? ഓക്കെ, കൊട്ടിക്ക്. ചീപ്പിനെന്താ ഇത്ര കട്ടി? ഇത് നീ ഏത് മൊനയുടെ ആ ചീപ്പ് കൊണ്ട് വാരണ വെച്ചിട്ടാണോ കുട്ടി, അല്ലെങ്കിൽ എഡ്ജ് താഴത്തെ ഭാഗം കൊണ്ടാണോ കുട്ടി? എഡ്ജ് ഉണ്ട്. ഒന്നും കൂടെ. എഡ്ജ് താഴത്തെ ഭാഗം കൊണ്ടൊന്ന് കുട്ടിക്ക്. അതുകൊണ്ട് ഈ കൊട്ടണത്. ഇനി ആ ചീപ്പ് വാരണ ആ ഭാഗം കൊണ്ട് കൊട്ട്. എന്താണ്? ഒന്നുകൂടെ. ലൈ. പിന്നെ ഇതെന്താ? ഇതെന്തോ വേറെന്തോ സാധനമാണ്. ഞാൻ ചീപ്പെന്നല്ല, ലൈ എന്നല്ലേ നീ പറഞ്ഞത്? ജാക്കിന്റെ ചീപ്പാ. പൊട്ടൂടി. ഞാൻ ചീപ്പെന്ന് പറഞ്ഞത്. ചീപ്പ് ഞാൻ കൊട്ടി, നീ ലൈ എന്ന് പറഞ്ഞു. എനിക്ക് അതാണ് സംശയം വന്നത് ഗൈസ്. പോയി. രണ്ടെണ്ണം കൂടെ ഉള്ളു ഇനി. ഓക്കെ, ഇതൊരു
സ്റ്റിക്കാണ്. സ്റ്റിക്കാ എന്ന് പറഞ്ഞ ഒരു സ്റ്റിക്ക്, പിടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റിക്ക്. വുഡിന്റെ ഒന്നുമല്ല, അല്ലാതെ ഇങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റുന്ന സ്റ്റിക്ക്. അതിന്റെ ഉപയോഗം എന്താ? ചുമ്മാ പിടിക്കാം, വെറുതെ പിടിച്ചു നിൽക്കുക. ആ അത്രേ ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞേ. എന്ത് കളറാ? ഇതൊരു ഗ്രേ കളറാ, ഒരു ഗോൾഡൻ ഗ്രേ, അങ്ങനെയൊക്കെ ഒരു ടച്ച് വരും. ഒന്ന് തട്ടിക്കേ. പ്ലാസ്റ്റിക്കാ. എത്രയുണ്ട് സൈസ്? ഒരു സൈസ് എന്ന് പറയുമ്പോ ഇതിന്റെ കാളും ഇത്തിരി ഒന്ന് ഇങ്ങനെ റോൾ ചെയ്തിക്ക്. ഓക്കെ. അതിന്റെ സൈഡ് ഒന്ന് ഇട്ടൊന്ന് കൊട്ടിക്ക്. താഴത്തെ വെളുത്ത ഭാഗം. എന്താ വെച്ചാ കൊട്ടു നീ. എടി ഇത് അതായത് അങ്ങനെ കൊട്ടങ്ങോട്ട്, അല്ലാതെ എന്താണ് മതിയോ? ഇറ്റ്സ് എ ലൈ. ഉറപ്പാണോ? ഷാർപ്നറോ എന്തോ ആണെന്ന് തോന്നുന്നു. എന്റെ 15ആ. ജസ്റ്റ് ഇപ്പൊ ഒന്ന് പൊട്ടിപ്പോയി. എടി പട്ടി, ജസ്റ്റ് ഇപ്പൊ ഒന്ന് പൊട്ടിപ്പോയി. ഞാൻ കറക്റ്റല്ലേ, എനിക്ക് പോയിന്റ് കിട്ടിയില്ലേ? യെസ് യെസ് യെസ്. അപ്പൊ പൊട്ടിയാണ് ലീഡിങ് പ്ലേസ്. ഇത് ഒരു റിമോട്ടാ. റിമോട്ടാ? എന്ത് റിമോട്ട്? ഈസിയുടെ റിമോട്ട്. കുത്ത്. എന്ത് കുത്താൻ? ഐ മീൻ അടിക്കി. മുകളിലത്തെ ഭാഗമാണ് അടിക്കണ? താഴത്തെ ഭാഗം. മുകളിലത്തെ ഭാഗം അടിച്ചേ. ആ റിമോട്ടിന്റെ ബാക്ക് സൈഡില് ഒരു ബാറ്ററി ഇട്ടേക്കണ ഉണ്ടാവൂലേ? അത് ഊരിയെടു. ബാറ്ററി ഇടും. ബാറ്ററി എന്നെ കൊണ്ട് എടുക്കാൻ പറ്റൂല, എനിക്ക് നഗൂല. ബാറ്ററി എടുക്കാൻ പറ്റണല്ലോ എനിക്ക്. എന്നാ ബാറ്ററി ഊരി ആ മറ്റേ ഭാഗമില്ലേ, ആ സാധനം എടുത്തടിച്ച്. ഇത്ര കട്ടിയ. ഇപ്പൊ ഏത് നമ്പറാണ് തെളിഞ്ഞു കാണുന്നത്? 16. നമ്മുടെ കമ്പനിയുടെ പേരെന്താ? എനിക്ക് പ്രൊണൗൺസ് ചെയ്യാൻ അറിയില്ല. HARI ആണ്. ഹരിയ. ഇതില് അങ്ങനെ കമ്പനി ഒന്നും എഴുതില്ല. AC-യുടെ റിമോട്ടിലായിരിക്കും കമ്പനി എഴുതൂ. AC-യിലല്ലേ കമ്പനി. ഞാനത് ചുമ്മാ പറഞ്ഞാണ്. ഓക്കെ. കഴിഞ്ഞില്ലേ? എന്റെ കഴിഞ്ഞില്ലേ? ഒരെണ്ണം കൂടി ഇല്ലേ? അതിലൊന്നിട്ട് അടിച്ച് കൈ കൊണ്ട് ഫുള്ള് കൊണ്ടിട്ട് ഇങ്ങനെ മാന്തി. ഗൈസ് ഇത് മതി. ഇത് ലൈ ആണെന്നാ തോന്നണേ. ഉറപ്പാ? ഉറപ്പാ. എടുക്കിങ്ങോട്ട്. എന്താടി കുഴപ്പം? ഗൈസ് അങ്ങനെ നമുക്കിപ്പോ എത്രയായി? ഇത് വിക്സ് ആണ്. വിക്സ് ഒന്ന് തുറന്നേ. തുറന്നു. ആ വിക്സിന് എത്ര രൂപ? 48 രൂപ. ആ വിക്സ് ഒന്ന് അടച്ചേ. ഓക്കെ. ആ വിക്സിന്റെ സൈഡ് ഒന്നിട്ട് കൊട്ടിയേ. ഒന്നും കൂടെ തുറന്നേ ഒന്ന്. ലയ്യ.
ഉറപ്പാണോ? ഓക്കെ, ഇതൊരു സ്ക്രൂ ഡ്രൈവർ ആണ്. ഓക്കെ, തട്ടിക്കൊന്ന്. താഴത്തെ ഭാഗമാണ് ഞാൻ തട്ടണേ. മുകളിലത്തെ ഭാഗം തട്ടിക്ക. ഏത് കളറാ? ഗ്രീൻ കളർ. ഗ്രീൻ മാത്രമേ ഉള്ളോ? ഗ്രീൻ ഒരു യെല്ലോ കളർ, കുറച്ച് ഗ്രീനാണ് കൂടുതൽ. ഓക്കെ ഫൈൻ. അതൊന്ന് രണ്ടാക്കിക്കേ. രണ്ടാ? ആ, ഗ്രീൻ കൊടുക്കാനും പറ്റും, സ്ക്രൂ ഡ്രൈവറിന് ആ സ്ക്രൂ കൊടുക്കാനും പറ്റും. ഓക്കെ ഓക്കെ, ആ എടുത്തതിൻ്റെ ശബ്ദമൊന്നും കിട്ടില്ലല്ലോ. ആ രണ്ടെണ്ണം ഒരുമിച്ച് തട്ടിക്ക്. ഇങ്ങനെ ഇപ്പുറത്തെ കയ്യിലൊരെണ്ണം ഇപ്പുറത്തെ കയ്യിലൊരെണ്ണം. തട്ടണമെന്നാ? കൊട്ടണിക്കം ഒരു കയ്യിലൊരെണ്ണം, അതായത് ഈ കയ്യിലൊന്നും ഈ കയ്യിലൊന്നും ഇങ്ങനെ 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 കൊണ്ടുവന്നു. ഓക്കെ. ലയ്യ. ഓക്കെ ഗൈസ്, ഇനി നിന്റെയും കൂടെ ഉണ്ടാ? എനിക്കൊരെണ്ണം കൂടെ ഉണ്ട്. എനിക്കാകെ 3-4 പോയിന്റ് കിട്ടിയിട്ടുള്ളൂ. എന്ത് ചെയ്യാനാ, ഞാൻ പോലീസാണ് കേട്ടാക്കും. എന്നെ കൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ഗായ്സ്, അപ്പൊ എൻ്റെ കയ്യിലുള്ളത് ലാസ്റ്റ് കമ്മലാണ്. കമ്മല് ഒരു പീസ് കമ്മലാ ഞാൻ എടുത്തേക്കണം. ഒരു പീസാ? എവിടെ? കമ്മലാടി. ഓക്കെ ഓക്കെ, അടുക്കി. ജിമിക്കാണോ? ഏത് കളർ? പിങ്ക്. മുകളിലാ താഴെ? പിങ്ക് താഴെ. ജിമിക്കയുടെ അവിടെ. പൊട്ടിയതാണോ? അല്ല, ഏതൊക്കെ കളറുള്ള? പിങ്ക് ഉണ്ട്, ഗോൾഡൻ ഉണ്ട്, വൈറ്റ് ഉണ്ട്. കമ്മലാണ്? ആടി കമ്മല്. ജിമിക്കാണ്. ഓക്കെ. ആരുടെ? എൻ്റെ ആണോ അമ്മയുടെ ആണോ? നമ്മ എല്ലാ ആൾക്കാരും ഇടാറുണ്ട്. ഓക്കെ ഓക്കെ. പണ്ടത്തെ. ഗൈസ്, ഇത് ഞാൻ പറയട്ടെ. ഗൈസ്, ഇത് കമ്മലാണ്, പക്ഷെ ജിമിക്കല്ല. ഉറപ്പാ? ഉറപ്പാ. എനിക്ക് തോന്നിയത് ഇതാണെന്ന്. എനിക്ക് തോന്നി എന്റെ കമ്മല്. ഞാനിത് ഫെയർവെല്ലിന് വേണ്ടി വാങ്ങിച്ചാണ് ഗൈസ്. എനിക്ക് ഉറപ്പായിരുന്നു. എന്ന് വെച്ചാൽ അവള് പിങ്കും ഗോൾഡനും പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചാണ്. പക്ഷെ ഇത് പൊട്ടിപ്പോയി. അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, പൊട്ടിയതാണെന്ന്. എനിക്ക് തോന്നിയത് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാണ്, പക്ഷെ ഇടാൻ പറ്റിയില്ല. ഇത്രയും എനിക്കാണ്. ഓക്കെ ഗൈസ്, ഭാവിയിൽ ഞാൻ എന്തായാലും പോലീസാവും. ബിക്കോസ് എന്നെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഡൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പം അവിടെ. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന വെറും 1 2 3 എന്റെ കുളമായി പോയതാന്ന് പറയുമോ ഇത്. ഞാൻ വലിയ അടുത്ത് കത്തിയിട്ട് ഇങ്ങനെ വരക്കാന്ന് വിചാരിച്ചപ്പോ പണ്ടാരും ഒരയാണൂല് ഇതിട്ട് കുലുങ്ങിയും പോയി. അപ്പോഴേ മനസ്സിലായി. അപ്പൊ ഗൈസ്, അപ്പൊ ഇതായിരുന്നു ഇതിന് ജയിച്ചിരിക്കുന്നത്. കൊണ്ടിട്ട് എന്റെ കൈ. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഞങ്ങളെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ ആദ്യം കുറെ നാൾക്ക് ശേഷമാണ് ഗൈസ് ചാലഞ്ച് വീഡിയോ എടുക്കുന്നത്. ഓക്കെ, കുറെ നാൾക്ക് ശേഷമുള്ള ഗൈസ് ചാലഞ്ച് വീഡിയോ എടുക്കുന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പൊ 15 വീഡിയോ ഒന്നും മിണ്ടായി. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. കുറെ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണണം ഗൈസ്. അപ്പൊ അതാണ് എൻ്റെ ആഗ്രഹം ഈ വർഷം. ഓക്കെ ഗൈസ്, അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്,
Guys, ഞാൻ കഴിഞ്ഞിട്ട് നിങ്ങൾ കാണുമ്പോ ഒന്ന് ആ സബ്സ്ക്രൈബ് നിൽക്കി എന്ത് പറ്റും നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇൻസ്റ്റയിൽ ഈ ഒരു വീഡിയോ ഇനി നമ്മൾ വേറൊരു ചാലഞ്ച് വീഡിയോസ് ഒക്കെ ആയിട്ട് എന്തായാലും വരും. ഞാൻ മര്യാദയ്ക്ക് പഠിക്കണായിരുന്നു. വീട്ടിലെന്തായാലും ഒരു പണിയൊന്നും ഇല്ല. അപ്പൊ അത്രേ ഉള്ളൂ. ഒന്നും ഇല്ലായിരിക്കും. അതാ ഞാൻ പറയാം, വീട്ടിൽ വലിയ പണിയൊന്നും ഇല്ല. അപ്പം അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ബൈ ഗൈസ്. ഒന്ന് പറയടി. ബൈ ഗൈസ്. ഞാനിത് എന്തിനാണ് റിമോട്ടാന്ന് പറഞ്ഞത് അറിയില്ല. ബൈ ഗൈസ്. പ്ലീസ്